ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ 800 ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ ഏവനാണ്. അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം പന്ന. അത്രയില്ല, 5 ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. മോഹൻലാലിന്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര്യവൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം അവനാണ്. എങ്ങനെയുണ്ട് പടം? ഒരു ലാഗില്ലാത്ത പടമായിരുന്നു. മാസം എന്ന് പറഞ്ഞാൽ അടിപൊളി മാസം പടം തന്നെയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഒരു തരത്തിൽ പോലും നമുക്കൊരു ലാഗ് പോലും കൊടുക്കാത്ത പടമായിരുന്നു. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. മോഹൻലാൽ ഫാൻസിന് അല്ലാണ്ട് അല്ലത് ഒരു വിഷയമില്ല. ഒരു തരത്തിലുള്ള ഒരു ലാഗ് ഒന്നും. എല്ലാവരും പൊളിച്ചടിക്കുക. ടോവിനോ, രാജുവേട്ടൻ, ലാലേട്ടൻ, എല്ലാവരും ഒരേ ലെവലിൽ കൊണ്ടുപോയ പടം തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൂന്നാം വരവുണ്ട്. അതാണ് അതൊരു ഒന്നൊന്നര വരവായിരിക്കും. ഇതിന്റെ അപ്പുറമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? ഞെട്ടിച്ചായിരുന്നു? എങ്ങനെ തകർത്ത കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മൂന്നാമത്തെ വരെ കാണാനുള്ളത് കാത്തിരിക്കുകയാണ്.